അമ്മയെക്കുറിച്ചുള്ള പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ദാവീദ് ജോൺ. മാർച്ച് 4 എൻ്റെ അമ്മച്ചി വിട പറഞ്ഞിട്ട് 3 വർഷം തികയുന്ന ദിവസം. ജീവിതത്തിൻ്റെ അവസാന നാളുകൾ വരെ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിച്ച എൻ്റെ അമ്മച്ചി. അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടുള്ളത് കരുത്തായ ഒരു സ്ത്രീയായിട്ടായിരുന്നു. ക്ഷീണം എന്നൊരു വാക്ക് അമ്മച്ചിയിൽ നിന്ന് അവസാന കാലങ്ങളിലേ കേട്ടിട്ടുള്ളൂ. കുടുംബത്തെ, ബന്ധുക്കളെ, സഹോദരങ്ങളെ, ഇഷ്ടമുള്ള കൂട്ടുകാരെയൊക്കെ ഏറെ സ്നേഹിച്ച വ്യക്തി. കുഞ്ഞുനാളിൽ ആര്യാസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്ക് മസാലദോശ വാങ്ങി തന്നിട്ട് അമ്മച്ചി നോക്കിയിരിക്കും. അമ്മച്ചിക്ക് വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് വിശക്കുന്നില്ലടാ മോൻ കഴിച്ചോ എന്ന് പറയും. അപ്പോൾ ഞാൻ ഓർക്കും ശരിയായിരിക്കും അമ്മച്ചി പറഞ്ഞതെന്ന്. പക്ഷെ അല്പം വളർന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, 2 മസാലദോശ വാങ്ങാനുള്ള സാമ്പത്തികം അന്ന് അമ്മച്ചിയുടെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടും കൊതിയുണ്ടായിട്ടും അമ്മച്ചി ഒരു നുള്ളു പോലും എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തു കഴിക്കാതെ ഞാൻ വയറു നിറച്ചു കഴിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പിന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ പകുതി അമ്മച്ചിയെ കഴിപ്പിക്കും. വളർന്ന് സ്വന്തം വരുമാനം ആയപ്പോൾ അമ്മച്ചിയുടെ ഇഷ്ടം ചോദിച്ചു ഞാൻ വാങ്ങിക്കൊടുക്കും. അപ്പനും എപ്പോഴും വില കൂടുതൽ വരുന്നതൊന്നും അമ്മച്ചി പറയില്ല. എൻ്റെ മക്കൾക്ക് KFC വാങ്ങിയാലും പിസ്സ വാങ്ങിയാലും ബിരിയാണി, കേക്ക്, പേസ്ട്രി, ചോക്ലേറ്റ് എന്ത് വാങ്ങിയാലും ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കുട്ടിയെ വാങ്ങും. ആ ശീലം എൻ്റെ അമ്മച്ചി പട്ടിണിയിരുന്നു എന്നെ ഊട്ടിയതിൻ്റെ വേദനയിൽ നിന്നും ഉണ്ടായതാ. നന്ദി അമ്മച്ചി, അധ്വാനിക്കാൻ പഠിപ്പിച്ചതിന്, ക്ഷീണം എന്ന വാക്കിനെ മറക്കാൻ പഠിപ്പിച്ചതിന്, നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന്, മൂത്തവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചതിന്, എന്നിൽ എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തന്നതിന്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അന്നും എനിക്ക് എൻ്റെ അമ്മച്ചിയുടെ മകനായി ജനിച്ചാൽ മതി. അമ്മച്ചിയെ കുറെ കൂടി സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന മകനുമായി എന്നുമായിരുന്നു ദാവീദിൻ്റെ കുറിപ്പ്.